പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ ദിവസമേ നാം വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ഹല്ലേലൂയ. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവരുടെ സ്ഥിതിക്ക് ഭേദം വരുത്തി. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ്. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവരുടെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു. പ്രൈസ് ലോർഡ്. നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തി നമുക്ക് നഷ്ടപ്പെട്ടു പോയ നന്മകളൊക്കെ മടക്കി തരാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്നുള്ള യാഥാർത്ഥ്യത്തെ നാം മനസ്സിലാക്കണം. അതിന് നമ്മൾ ഉൾക്കൊള്ളുവാൻ കഴിയണം. പ്രൈസ് ലോർഡ്. അങ്ങനെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്കാണ് ജീവിതത്തിൽ മുന്നേറ്റത്തിലേക്ക് വരാൻ കഴിയുള്ളൂ. പ്രൈസ് ലോർഡ്. എല്ലാവരും അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിലും ദൈവസനയിൽ എല്ലാവർക്കും അനുഗ്രഹം പ്രാപിക്കാൻ കഴിയില്ല. പ്രൈസ് ലോർഡ്. യോബിനോട് ദൈവം സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ, നീ ഒരു യോത്താവിനെ പോലെ ഒരുങ്ങിക്കൊള്ളുക എന്നുള്ള ചില സന്ദേശം യോബിന്റെ പുസ്തകം 38-3 നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. കാരണം അവന്റെ പരാജയത്തിനകത്ത് ഹല്ലേലൂയ ദൈവനെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവന്റെ പരാജയത്തെ മാറ്റി യോബിനെ ദൈവം വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ യോബിന് ഇരട്ടി കൊടുക്കുന്ന ദൈവം മുമ്പ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങൾക്കും പെട്ടെന്നുണ്ടായ ഒരു നാശനഷ്ടം അല്ലെങ്കിൽ ഒരു അറുതി വന്ന അനുഭവം, എല്ലാം നഷ്ടപ്പെട്ടു പോയ അനുഭവം, ദുഃഖത്തിന്റെ കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നുപോയ ജീവിത സാഹചര്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്കെല്ലാം ഭേദം വരുത്തുക എന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്. അപ്പൊ യോബിനുണ്ടായ വിജയത്തിൽ അവൻ നിഗളിച്ചില്ല. സ്നേഹിതന്മാർക്ക് നേരിട്ട പരാജയത്തിൽ അവർക്ക് യോബിനോട് വെറുപ്പുണ്ടായതുമില്ല. അവന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി യാഗം കഴിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നും പാപക്ഷമയ്ക്ക് വേണ്ടി യോബ് സന്തോഷത്തോടുകൂടി സ്നേഹിതന്മാർക്ക് വേണ്ടി അപേക്ഷിച്ചു. അപ്പോൾ ദൈവം ആ സ്നേഹിതന്മാരുടെ പാപം ക്ഷമിക്കുകയും യോബിനെ അത്യധികമായി അനുഗ്രഹിക്കുകയും ചെയ്തു. ഹല്ലേലൂയ എന്നാണ് തിരുവഴി നമുക്ക് വായിക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ മുമ്പേ ഉണ്ടായിരുന്നതൊക്കെ യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു. അതനുസരിച്ച് അവന്റെ എല്ലാ സമ്പത്തുകൾക്കും മാറ്റം വന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര മൃഗസമ്പത്തുകളെല്ലാം പെരുകി. എന്നാൽ മക്കളുടെ കാര്യത്തിൽ ഹല്ലേലൂയ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ 7 പുത്രന്മാരും 3 പുത്രിമാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ കാരണം ഹല്ലേലൂയ നേരത്തെ ഉണ്ടായിരുന്ന 10 മക്കളും മൃഗങ്ങൾ നശിച്ചു പോയതുപോലെ നശിച്ചു പോയില്ല. ഹല്ലേലൂയ. അവർ സ്വർഗത്തിലുണ്ട്. തനിക്ക് അവരെ കാണാൻ കഴിയും എന്ന വിശ്വാസമാണ് വീണ്ടും 10 മക്കളെ കൊടുത്തത്. യോബിന്റെ ആടുമാട് കന്നുകാലികളെല്ലാം നഷ്ടപ്പെട്ടു പോയി, അവയെല്ലാം നശിച്ചു പോയി. എന്നാൽ തന്റെ ഹല്ലേലൂയ സ്തോത്രം 7 പുത്രന്മാരും 3 പുത്രിമാരും അത് മൃഗങ്ങൾ നശിച്ചു പോയില്ല. അവർ ഭൂമിയിൽ മരിച്ചുവെങ്കിലും അവരുടെ ആത്മാവ് അവർ സ്വർഗത്തിലുണ്ടെന്നുള്ള ദൃഢവിശ്വാസമാണ് വീണ്ടും ദൈവം 10 മക്കളെ കൊടുത്തത്. അങ്ങനെ ഇരട്ടിയായി കൊടുത്തപ്പം മക്കളെ മാത്രം 10 കൊടുത്തുള്ളൂ. 10 മക്കൾ സ്വർഗത്തിലുണ്ടെന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്. എന്നെ കേൾക്കുന്ന സ്നേഹിത, യോബ് തന്റെ ജനത്തിന്റെ പ്രാർത്ഥന സ്ഥിതിക്ക് ഭേദം വരുത്തിയെങ്കിൽ നിങ്ങളുടെ സ്ഥിതിക്ക് ഭേദം വരുന്ന ദൈവമുണ്ട്. നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, കടന്നു പോകുന്ന മേഖലകളിൽ നിങ്ങളുടെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ വെച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നെല്ലി നിൽക്കുകയും ചെയ്യാതെ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള നിങ്ങളുടെ സ്നേഹിതന്മാർ, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, നിങ്ങളുടെ ഉറ്റ മിത്രങ്ങൾ, നിങ്ങളുടെ സന്തതാസ്കാരികൾ, നിങ്ങളുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ സ്ഥിതിക്കാണ് ദൈവം ആദ്യ ഭേദം വരുന്നത്. ഹല്ലേലൂയ. അപ്പൊ വേദപുസ്തകത്തിൽ ഇരട്ടി അനുഗ്രഹം നേടിയവർ ഏതാനും ചില വ്യക്തികൾ മാത്രമാണ്. അതിലേറ്റവും പ്രാധാന്യം വഹിക്കുന്ന വ്യക്തിയാണ് യോബ് എന്ന് പറയുന്ന ആള്. ഹല്ലേലൂയ. അപ്പൊ യോബിന്റെ സ്വത്ത് അല്ലെങ്കിൽ ആടുമാടുകൾ ഇങ്ങനെ സകലവും സാത്താൻ നശിപ്പിച്ചു.
അവന്റെ 10 മക്കളും അല്ലേലൂയ മരിച്ചുപോയി എന്നുള്ളതാണ് ദൈവം വായിക്കുന്നത്. അല്ലേലൂയ. അപ്പം വിവിധ പോരാട്ടങ്ങളുടെ നടുവിൽ, പോരുകളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ഇയ്യോബ് തളരാതെ നിന്ന് ദൈവത്തിൽ ആശ്രയിച്ചു. എന്നാൽ യോബിന്റെ ജീവിതത്തിൽ തക്ക തുണയായിട്ട് കൊടുത്തവന്റെ ജീവിത പങ്കാളിത്തന്റെ ഭാര്യ യോബിന് വന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും പോരാട്ടങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ മനം മടുത്ത് അവൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യമായി. പ്രേക്ഷകരോ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ പറയട്ടെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില പരിശോധനകൾ, ചില പരീക്ഷകൾ അയക്കുമ്പോൾ, നിങ്ങൾക്ക് ചില നഷ്ടങ്ങളൊക്കെ വരുമ്പോൾ, നിങ്ങൾ കുടുംബമായിട്ട് ഒന്നിച്ചിരുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവ് ഇയ്യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയ ദൈവം ഞങ്ങളുടെ സ്ഥിതിക്ക് ഭേദം വരുത്തി എന്നെ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ അങ്ങ് ശക്തനാണല്ലോ എന്ന് നിങ്ങൾ കരങ്ങൾ കോർത്ത് പ്രാർത്ഥിക്കണം. രണ്ടുപേർ ഐക്യമത്യപ്പെടണം. പുതിയ നിയമത്തിൽ പറയുമ്പോൾ ഇവിടെ ഇയ്യോബിനോടൊപ്പം ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നതിന്റെ ഭാര്യയില്ല. തന്നോടൊപ്പം ഭാര്യകളിൽ തന്നെ ഇയ്യോബിനെ വെറുപ്പ ഭാര്യയ്ക്ക്. കാരണം താൻ പുഴുവരിച്ച ശരീരത്തിലിരിക്കുക. ഒരു ഭർത്താവായി സ്വീകരിക്കാൻ അവൾക്ക് കഴിയുന്നില്ല, ഒരു ഭർത്താവായി കാണാൻ കഴിയുന്നില്ല. അവൾ പറയുന്നത്, നീ ദൈവഭക്തി മുറുകെ പിടിച്ചു അല്ലാതെ ദൈവത്തെ തിരിച്ച് മരിച്ചു കളയാൻ. അവിടെ ഈ ഇയ്യോബ് തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നതായിട്ട് കാണാൻ കഴിയും. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്നപ്പോൾ സ്നേഹിത, ഭർത്താക്കന്മാർക്ക് രോഗം വരുമ്പോൾ ഭാര്യമാരുടെ സ്വഭാവം അറിയാൻ പറ്റുമെന്ന് നമുക്ക് ഇയ്യോബിന്റെ ജീവിതം കൊണ്ടറിയാം. അപ്പോൾ ഭാര്യമാർക്ക് രോഗം വന്നാലും ഭർത്താക്കന്മാരുടെ ജീവിതം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാലഘട്ടത്തിൽ ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ ദൈവം നിങ്ങൾക്ക് നന്മകൾ തരാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ അനേക വേദപഠിതാക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്ന അനുസരിച്ച് നാം വായിക്കുമ്പോൾ യോബിന്റെ കഷ്ടപ്പാടുകൾ വെറും 6 മാസങ്ങൾ മാത്രമേ ദീർഘിച്ചുള്ളൂ എന്നാണ് പറയുന്നത്. 6 മാസമാണ് യോബിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കഷ്ടങ്ങൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പോരാട്ട കാലങ്ങൾക്ക് ശേഷം കർത്താവ് ഇയ്യോബിനോട് മനസ്സരിഞ്ഞു. നഷ്ടപ്പെട്ട സകലവും ഇരട്ടിയായി നൽകി. മുമ്പ് അവനുണ്ടായിരുന്ന 7000 ആടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് 14,000 ആടുകളെ നൽകി. 3000 ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. അവന് 6000 ഒട്ടകങ്ങൾ നൽകിയെന്നാണ്. ഹല്ലേലൂയ. അപ്പം വേദപുസ്തകം വായിക്കുന്നതൊക്കെ കാണാൻ കഴിയുന്ന അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പൊ ഇവിടെ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. 7000 ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഒട്ടകങ്ങൾക്ക് പകരം 14,000 നൽകുന്നു. സ്തോത്രം, ഹല്ലേലൂയ, ഇവിടെ വായിക്കുന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, എല്ലാത്തിനും പിന്നീട് ഹല്ലേലൂയ ദൈവം അനുഗ്രഹിക്കുന്ന 1000 പേർ കാളയ്ക്ക് 1000 കാളയും 1000 പേർ കാളയ്ക്ക് സ്തോത്രം, ഹല്ലേലൂയ, ആടും 1000 ഒട്ടകവും 1000 പേർ കാളയും 1000 പെൺകഴുതിയും ഉണ്ടായി. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. വായനയിലെ ചില തടസ്സങ്ങളാണ്. ഹല്ലേലൂയ. എങ്കിലും ദൈവം നമ്മെ ശക്തീകരിക്കുകയും ബലപ്പെടുകയും ചെയ്യുന്നല്ലോ. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഈ ചിന്തിക്കുമ്പോൾ യോബിനെല്ലാം ഇരട്ടിയായി കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പതറിപ്പോകാൻ പാടില്ല. ഹല്ലേലൂയ. അപ്പം യഹോവ ഇങ്ങനെ യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികമായി അനുഗ്രഹിച്ചവന് 14,000 ആടും ഹല്ലേലൂയ, സ്തോത്രം, 6,000 ഒട്ടകവും 1000 പേർ കാളയും, ഹല്ലേലൂയ, സ്തോത്രം, 1000 പേർ കാളയും 1000 പെൺകഴുതയും എല്ലാത്തിനും ഇരട്ടിയായി കൊടുക്കുക. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ മറ്റൊന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ, കർത്താവെല്ലാം ഇരട്ടിയായി അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ അവന്റെ 10 മക്കളും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കും കാണുന്നത്, ഹല്ലേലൂയ, അവൻ 7000 ആടും 3000 ഒട്ടവും 500 കാളയും 500 പെൺകഴുതിയും മൃഗസമ്പത്തും ഏറ്റവും, ഹല്ലേലൂയ, വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ്വദിഗാസികളിലും മഹാനായിരുന്നു എന്നാണ് കാണുന്നത്. ഇത്ര ശ്രേഷ്ഠനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പെട്ടെന്ന് ഉണ്ടായ നാശനഷ്ടങ്ങളാണ് ഹല്ലേലൂയ ഇയ്യോബിന്റെ പുസ്തകത്തിനകത്ത് ഹല്ലേലൂയ നമ്മൾ കാണാൻ കഴിയുന്നത്. 1-ാം അധ്യായം 13 വാക്യങ്ങൾ വായിക്കും. ഒരു ദിവസം ഇയ്യോബിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ അവന്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. കാളകളെ സ്തോത്രം പൂട്ടുകയും പെൺകഴുതുകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയും ആയിരുന്നു. പെട്ടെന്ന് ശെബായർ വന്ന് അതിനെ പിടിച്ചുകൊണ്ടുപോയി വേലക്കാരെ
വാളിന്റെ വായത്തിൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു എന്ന വിവരം യോബിനെ അറിയിക്കുക. വീണ്ടും മല്ലൊരിയ എന്ന് വായിക്കുമ്പോൾ ദൈവത്തിന്റെ തീ ആകാശത്തു നിന്നും വീണ് കത്തി ആടുകളും വേലക്കാരും എല്ലാം അതിനിരയായി എന്ന് വിവരം രണ്ടാമത് യോബിനെ അറിയിക്കും. മൂന്നാമത് പെട്ടെന്ന് കൽദേർ വന്ന് 3 കൂട്ടമായി വന്ന് മല്ലൊരിയ ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോയി വേലക്കാരെ വാളിന്റെ വായത്തിൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. ഹല്ലേലൂയ. വീണ്ടും പിന്നെ മറ്റൊരുത്തം വന്ന് മരുഭൂമിയിൽ ഒരു കൊടുങ്കാറ്റ് വന്ന് വീടിന് 4 മൂലയ്ക്ക് അടിച്ച് അത് യൗവനക്കാരുടെ മേൽ വീണു. ആ മക്കളെല്ലാം മരിച്ചുപോയെന്ന ഭാഗത്ത് ഒരു മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന കഷ്ടനഷ്ടങ്ങളെല്ലാം യോബ് അനുഭവിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ കഷ്ടപ്പാടുകൾ കടന്നു വരുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാവിൽ നാം ആദ്യമായി പഠിക്കേണ്ടത് യോബിനെ കുറിച്ച് പഠിക്കണം. യോബ് എന്ന് പറയുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ തളർച്ചകളും തളരാമായിരുന്ന സാഹചര്യങ്ങളും വരുമ്പോൾ അദ്ദേഹം തളർന്നു പോകാതെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിൽ ഞാൻ നിങ്ങൾ ഈ ഭൂമി കഷ്ടങ്ങളും കഷ്ടപ്പാടുകളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കണം. പ്രൈസോ. എന്റെ ജീവിതത്തിൽ പലപ്പോഴും പ്രയാസങ്ങൾ കടന്നു. കഴിഞ്ഞ ദിവസം ഞാൻ വളരെ മാനസികമായി തകർന്ന ഒരു അനുഭവം ഉണ്ടായി. അല്ലെങ്കിൽ അതിവിടെ പറയാൻ പറ്റുമെങ്കിൽ ഞാൻ വളരെ തളർന്നു പോയി, ക്ഷീണിച്ചു പോയി, മനസ്സുകൊണ്ടും എടുത്തുപോയി. കഥ എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ചിന്തിച്ചു പോയി. ലോകപ്രകാരമുള്ള ചില ചിന്തകളായിരുന്നു എൻ്റെ ഉള്ളിലെങ്കിലും പക്ഷെ എനിക്ക് അതിനകത്ത് വളരെ മാനസികമായ തകർച്ചയുണ്ടായി. എങ്കിലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഇതൊന്നും എനിക്ക് അനുകൂലമല്ലായിരുന്നു, അതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഞാൻ ചിന്തിക്കുവാൻ കാരണമായി. നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ചില പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ തളരും. ഞാൻ ആഗ്രഹിച്ചില്ല സാമ്പത്തികമായ നന്മകളാണ് കഴിഞ്ഞ ദിവസം ആഗ്രഹിച്ച്, പക്ഷെ പെട്ടെന്ന് തടസ്സപ്പെട്ടപ്പോൾ അത് വളരെ ഭാരമായി തോന്നി. അങ്ങനെയൊക്കെ നിങ്ങൾക്കും കടന്നു വരാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നന്മ ആഗ്രഹിക്കുമ്പോൾ ആ ഭാഗത്ത് ചിലപ്പോൾ തിന്മ കടന്നു വരാൻ സാധ്യതയുണ്ട്. പ്രേശരോ. അങ്ങനെ തിന്മ കടന്നു വരുമ്പോൾ നിങ്ങൾ തകർന്നു പോകാതെ യോബിനെ പോലെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവോട് ചേർന്നിരിക്കണം. പ്രേശരോ. നമ്മൾ കർത്താവോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹത്തെ ദൈവം നൽകുന്നത്. യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? യഹോവ അവന്റെ പിൻകാലത്തെ അവന്റെ മുമ്പിലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഒരു കഷ്ടത വന്നു കഴിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവന്റെ മുൻകാലത്തെ സ്തോത്രം സ്തോത്രം നോക്കുക. ഹല്ലേലൂയ. എല്ലാം ഇരട്ടിയായിട്ട് ദൈവം കൊടുക്കുക. ഇന്ന് പകൽ ആരെങ്കിലും ബിസിനസ്സിനകത്ത് തകർന്ന്, കൃഷിയിൽ തകർന്ന്, ക്ഷീരമേഖലയിൽ തകർന്ന്, ജോലി നഷ്ടപ്പെട്ട്, ജീവിതത്തിൽ വിവിധ പ്രാരാബ്ദങ്ങൾ ഏറ്റെടുത്ത് കുടുംബജീവിതത്തിനകത്ത് തകർന്ന മനസ്സോടുകൂടി ഇരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശക്തമായ ദൂത് സ്തോത്രം, നിന്റെ പിൻകാലത്തെ അവന്റെ യോബിന്റെ പിൻകാലത്തെ മുൻകാലത്തേക്കുള്ള അധികമായി അനുഗ്രഹിച്ച ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾ വിശ്വസിക്കണം. നമ്മുടെ ഈ ലോകത്തിൽ അനവധി ദുരുപദേശങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക. ദുരുപദേശ ശുശ്രൂഷകൾ, ദുരുപദേശകന്മാരൊക്കെ പെരുകിക്കൊണ്ടിരിക്കുക. അതിന് തന്നെ ഒരുപാട് സഹോദരിമാർ വഞ്ചിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിശ്വാസത്തിൽ വഞ്ചിക്കപ്പെടുന്ന സഹോദരന്മാർ അത്രയൊന്നും വിശ്വാസത്തിൽ വഞ്ചിക്കപ്പെടത്തില്ല. കാരണം അവർ കാര്യങ്ങളെ ശരിക്കും അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവർ ഒരുപാട് വിശ്വാസം വഞ്ചിക്കപ്പെടാതെ സഹോദരിമാർ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ സോഷ്യൽ മീഡിയ കൂടെ വലിയൊരു മീറ്റിംഗ് കണ്ടു. വലിയൊരു ദൈവദാസനെ ശുശ്രൂഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയ്ക്കകത്ത് എല്ലാവരും കെട്ടഴിച്ചു വിടുന്നു എന്ന് അദ്ദേഹം പറയുക. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ചില സഹോദരന്മാർ വള്ളി കൊണ്ട് കൊടുക്കുന്ന ആ വള്ളി അദ്ദേഹം എട്ടിക്കാണിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആളുകളെ വിളിച്ചിട്ട് ഓരോ സഹോദരന്മാരോടും പറഞ്ഞു, നിങ്ങൾ ഈ വള്ളി ഇങ്ങനെ കെട്ടിയിട്ട് കെട്ടഴിക്കുക. അപ്പൊ അവരെന്ത് ചെയ്തു? സഹോദരന്മാർ ഔവ വഞ്ചിക്കപ്പെട്ടതുപോലെ വഞ്ചിക്കപ്പെട്ട് ഈ വള്ളി മേടിച്ചിട്ട് അവർ കെട്ടിയിട്ട് അഴിക്കുമ്പോൾ ആ സഹോദരൻ പറയുക, നിങ്ങളുടെ എല്ലാ കെട്ടുകൾ അഴിഞ്ഞു, നീ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. ഞാൻ ചോർത്ത് എന്താ ദൈവമേ, മനുഷ്യൻ പണത്തിന്റെ ആർത്തി കൊണ്ട്, അത്യാഗ്രഹം കൊണ്ട് ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ദൈവവചനത്തിൽ പോലും ഇല്ലാത്ത, വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്താത്ത, അപ്പോസ്തലന്മാർ ഒരിക്കലും ചെയ്യാത്ത, പറയാത്ത, അപ്പോസ്തല പ്രവൃത്തി രേഖപ്പെടുത്താത്ത, പൗലോസ് ആദിയായ യേശുവിന്റെ ശിഷ്യന്മാർ ആരും ചെയ്യാത്ത, ആദിമസഭയിൽ നടക്കാത്ത ചില ഉപദേശങ്ങൾ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി സഹോദരിമാരെ വഞ്ചിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് സഹോദരന്മാർ, നിങ്ങൾ വഞ്ചിക്കപ്പെടും. എന്നിട്ട് നമ്മൾ ആ സഹോദരിമാരൊക്കെ ഈ മീറ്റിംഗിലേക്ക് പങ്കെടുത്തത് ബന്ധനമില്ലാതെ സ്വതന്ത്രമായി കടന്നു വന്നവരാണ്. അവർ സ്വതന്ത്രമായി കടന്നു വന്ന് ദൈവത്തിനെ കേട്ട് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോകാൻ വന്നവരാണെങ്കിലും ഈ യോഗത്തിനകത്ത് അവരെ കെട്ടിവിട്ടു, ബന്ധിച്ചു വിട്ടു. അതിനെതിരെ നിങ്ങൾ ഒരു പ്രതികരിക്കുക. ഞാനീ പറഞ്ഞ നിങ്ങൾ പ്രതികരിക്കും, നിങ്ങൾ ഇവിടെ ചെയ്ത് വിളിക്കുക, എന്തെല്ലാം കമ്പിനിട്ടാലും എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമൊന്നും ഇല്ലെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകൾ ദൈവഹിതമല്ല.
ദൈവം ഇഷ്ടപ്പെടുന്നേയില്ല. കാരണം ആരുടെയും കെട്ട് എന്ന് പറഞ്ഞ് നമ്മൾ കെട്ട് അങ്ങനെ അല്ല ശുശ്രൂഷ. വേദപുസ്തകം പഠിക്കുക, അപ്പോസ്തല പ്രവൃത്തി ചരിത്രമാണല്ലോ. അതിനകത്ത് അപ്പോസ്തലന്മാർ ചെയ്തതെന്താ, ആദിമസഭ ചെയ്തതെന്താ, അങ്ങനെയെല്ലാം അനവധി ദുരുപദേശങ്ങൾ പറഞ്ഞ് സഹോദരന്മാരുടെ മനസ്സിലാക്കി, ഹൃദയത്തെ ഇളക്കി, കുടുംബത്തെ ബന്ധിക്കുന്നു. പ്രൈസ്. ഞാൻ അവിടെ നിന്ന് നിർത്തുക, നിങ്ങൾ കണ്ടതല്ലേ. എങ്കിലും ഞാൻ പറയട്ടെ, ദൈവം നിങ്ങൾക്ക് നൽകുന്ന ശുശ്രൂഷ നന്നായിട്ട് ചെയ്യണം. ദൈവം നമ്മെ ആത്മാവിൽ നിറച്ച് വചന വെളിപ്പാട് തന്ന്, വചനത്തിന്റെ ദർശനം തന്ന്, സ്വപ്നങ്ങൾ തന്ന്, ആമേൻ, ആ ആലോചന തന്ന്, വചനത്തിന്റെ ആഴങ്ങൾ മർമ്മങ്ങൾ വെളിപ്പെടുത്തി, ശക്തമായ ദൂതുകളൊക്കെ നമ്മുടെ നാവിൽ നിറച്ച്, രോഗശാന്തി വരെ, ഭൂതശാന്തി വരെ, വീര്യപ്രവർത്തികളും പരിവാന്റെ വരെ, സഹായം ചെയ്യുവാനുള്ള വരങ്ങളൊക്കെ തന്ന്, ആത്മാക്കളെ നേടുവാനുള്ള വരവൊക്കെ തന്ന് ദൈവം നമ്മെ നിറയ്ക്കും. അല്ലേ? അതിന് നാം ദൈവത്തിനെ കാത്തിരുന്നുകൊണ്ട് ആ ശുശ്രൂഷ പ്രാപിക്കണം. അല്ലേ? നമ്മൾ നോക്കി യോബിന്റെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ട് തന്നെ ഉപദേശിപ്പാൻ, തന്നെ സ്നേഹിപ്പാൻ, തന്നെ ആശ്വസിപ്പിക്കുവാൻ തന്റെ സ്നേഹിതന്മാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ യോബ് പൊടുന്നനവേ ഒരു വഞ്ചനയിലൊന്നും അകപ്പെട്ടു പോകാതെ, തന്ത്രങ്ങളിൽ സൂത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതെ യോബ് ദൈവത്തെ ആശ്രയിക്കുക. ദൈവത്തെ ആശ്രയിച്ച് നിൽക്കുന്ന യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയേ. അപ്പം തനിക്കെല്ലാം നഷ്ടപ്പെട്ട് പുഴുവരിച്ച് വ്രണം പിടിച്ചവനെ ഇരിക്കുന്നതാണെങ്കിലും പെട്ടെന്ന് താൻ ഒരു തന്ത്രത്തിൽ കൂടെ വിടുതൽ പ്രാപിപ്പാൻ യോബ് എങ്ങും തയ്യാറായില്ല. യോബ് വഞ്ചിക്കപ്പെട്ടില്ല. വഞ്ചിക്കപ്പെടാതെ നിന്നൊരു മനുഷ്യൻ. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അനേകർ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുരുപദേശങ്ങൾ പെരുകുമ്പോൾ, ദുരുപദേശ ശുശ്രൂഷകൾ പെരുകുമ്പോൾ, ദുരുപദേശകന്മാർ ദേശത്ത് വരിക ഈ സത്യവേദപുസ്തകങ്ങൾ കൊണ്ട് പണമുണ്ടാക്കാൻ വേണ്ടി എന്ത് കോലാഹലവും കാണിക്കുവെച്ച് കൂട്ടുന്ന ഈ സാഹചര്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് യോബിനോട് പറഞ്ഞ ദൈവവചനം നിങ്ങളോട് പറയുകയാണ്. യഹോവ തന്റെ യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ചില മാറ്റങ്ങളെ തരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വിശ്വാസം കണ്ടുകൊണ്ട് കാണാം. വഞ്ചിക്കപ്പെടരുത്. ഹല്ലേലൂയ. ഉപായത്താൽ സർപ്പം ഹവ്വയെ ചതിച്ചതുപോലെ നിങ്ങളും ക്രിസ്തുവിനുള്ള ഏകാഗ്രത വിട്ട് നിങ്ങൾ വഷളായി പോവോ, നിങ്ങളുടെ മനസ്സ് ദൈവത്തിന് മാറിപ്പോവോ എന്ന് പൗലോസ് ഭയപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ്. അപ്പൊ നമ്മൾ വഞ്ചിക്കപ്പെടാതിരിക്കുക. ദൈവസ്നേഹം നിങ്ങൾ യോബിനെ പോലെ വിശ്വസ്തനായി നിൽക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ഹോശേയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇസ്രായേൽ ഗൃഹത്തിൽ ഞാൻ ഒരു ഭയങ്കര കാര്യം കണ്ടിരിക്കുന്നു. അവിടെ എഫ്രൈം പരസംഗം ചെയ്തു, ഇസ്രായേൽ മലിനമായിരിക്കുന്നു. കണ്ടോ? ഇവിടെ എന്താണ് ഇരിക്കുന്നത്? ഇസ്രായേൽ. ഹല്ലേലൂയ. ഇസ്രായേൽ ഗൃഹത്തിൽ ഞാൻ ഒരു വലിയ ഭയങ്കര കാര്യം കണ്ടിരിക്കുന്നു. അവിടെ എഫ്രൈം പരസംഗം ചെയ്ത് ഇസ്രായേൽ മലിനമായിരിക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ദൈവസഭയ്ക്കകത്ത് സംഭവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇസ്രായേൽ ഗൃഹത്തിൽ എഫ്രൈം പരസംഗം ചെയ്ത് ഇസ്രായേൽ മുഴുവൻ മലിനമായതുപോലെ ദൈവസഭയ്ക്കകത്ത് ദുരുപദേശകന്മാർ നുഴഞ്ഞു കയറി ദുരുപദേശങ്ങൾ വന്ന് കള്ളപ്രവചനങ്ങളും ദൂതങ്ങളും പണമുണ്ടാക്കാനുള്ള ശുശ്രൂഷകൾ വന്നുകൊണ്ട് എന്ത് ചെയ്തു? സ്തോത്രം. എഫ്രൈമിന്റെ പാപമുഖാന്തരം ഇസ്രായേൽ അത് പറഞ്ഞ പോലെ ദൈവസഭയ്ക്കകത്തും പരസംഗം വന്നു. പരസംഗം എന്ന് പറയുമ്പോൾ അതിനകത്ത് സകല അശുദ്ധിയുണ്ട്, വിഗ്രഹാരാധന തൊട്ട് സകലതുമുണ്ട്. ഹല്ലേലൂയ. ഈ സാഹചര്യത്തിൽ ഹോശേയുടെ പുസ്തകം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം പറയാണ്, യഹൂദയെ ഞാൻ എന്റെ ജനത്തിന്റെ പ്രവാസം മാറ്റുമ്പോൾ നിനക്ക് ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ ബാബേലി പ്രവാസത്തിൽ, ആ പ്രവാസത്തിൽ നിന്ന് ഇസ്രായേൽ മടങ്ങി വരുമ്പോൾ അവർക്കൊരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇവിടെ നിങ്ങളുടെ ഈ പ്രവാസം പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, ദൈവഹിതമല്ലാത്ത ദുരുപദേശങ്ങളുടെ പരസംഗത്തിൽ നിന്ന്, വിഗ്രഹാരാധനയിൽ നിന്ന്, ജഡികമായ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ മാറുമ്പോൾ, നിങ്ങളുടെ പ്രവാസത്തിൽ ദൈവം നിങ്ങളെ വിടുവിക്കുമ്പോൾ, പാപമാകുന്ന ആ കാലഘട്ടത്തിൽ ദൈവം നിങ്ങളെ വിടുവിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. പ്രൈസലോ. ഈ വചനത്തിന്റെ സ്ഥിതികൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ കാണാൻ കഴിയുന്നത്, ഇസ്രായേലിൽ നിന്നും ദൈവം തന്റെ മുഖം തിരിക്കുന്നു എന്ന് നമുക്ക് 5-ാം അധ്യായം വായിക്കാൻ കാണാൻ കഴിയും. എന്നാൽ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേലിന്റെ സ്നേഹ ഭക്ഷണ പങ്കുരത്തെയാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. സ്തോത്രം. ഇസ്രായേൽ ജനത്തിന്റെ മധ്യേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയും അവർ അനുതാപം കൊണ്ട് ദൈവത്തിലേക്ക് മടങ്ങി വരികയും ഏറ്റുപറച്ചിൽ നടത്തുകയും ചെയ്യുമ്പോൾ അവരുടെ അനുതാപ പ്രകസനം പ്രകസനം
കൊണ്ട് ദൈവം അതിൽ പ്രസാദിക്കുമെന്ന് അവർ വ്യാമോഹിച്ചു. പക്ഷെ അവരുടെ വാത്സല്യവും പ്രഭാത മേഘം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞു പോലെയും ക്ഷണഭങ്കുരമാണെന്ന് അല്ലെങ്കിൽ ദൈവം എഫ്രൈമിനെ മുന്നിൽ നിർത്തി പറയുക. നമ്മള് ദൈവത്തിലേക്ക് വന്ന് നമ്മൾ അനുതാപത്തോടും പശ്ചാത്താപത്തോടും ഒക്കെ വന്ന് ദൈവത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ മേലുള്ള പാപങ്ങളൊക്കെ മാറിപ്പോകുന്നൊക്കെ നമ്മൾ ദൈവം നമ്മോട് കരുണ കാണിക്കുന്നൊക്കെ നമ്മൾ വിശ്വസിക്കുമ്പോഴും ദൈവം പറയുകയാണ് അല്ലേലൂയ സ്തോത്രം, നമ്മുടെ അല്ലേലൂയ സ്തോത്രം പറയുകയാണത് സ്തോത്രം അല്ലേലൂയ ആമേ സ്തോത്രം അല്ലേലൂയ ദൈവം അല്ലേലൂയ ആമേ സ്തോത്രം അല്ലേലൂയ മഞ്ഞു പോലെയും അല്ലെ ആമേ ക്ഷണഭംഗം നമ്മുടെ സ്നേഹമൊക്കെ മഞ്ഞു പോലെ അല്ലെ പ്രഭാതമേഘം പോലെ പുലർച്ചയ്ക്ക് നീങ്ങിപ്പോവുകയും മഞ്ഞു പോലെയും ആമേ ക്ഷണഭങ്കുരമാണ്. അപ്പോൾ പ്രഭാതമേഘം നീങ്ങിപ്പോകുന്നവരെ മഞ്ഞ് പെട്ടെന്ന് നീങ്ങിപ്പോകുന്നവരെ നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന സ്നേഹമൊക്കെ അത്രയേ ഉള്ളൂ, വാത്സല്യം അത്രയേ ഉള്ളൂ. എന്നാൽ ദൈവത്തിലേക്ക് നാം മടങ്ങി നിന്ന് വിശ്വസ്തയോടുകൂടി നിൽക്കുമ്പോഴാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. ഇവിടെ യേശു ക്രിസ്തുവും ഇതേ നിലയിൽ പ്രഖ്യാപിക്കുക. മത്തായിയുടെ സുവിശേഷം 9:13 വായിക്കും, പുരോഹിതന്മാരും സാധാരണ ജനങ്ങളും ഒരുപോലെ ചതിവ്, പിടിച്ചുപറി, കൊലപാതകം എന്നീ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരാണ്. ഈ ദുഷ്ടത ചെയ്യുന്ന പട്ടണങ്ങളുടെ പേരുകൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള യാഗങ്ങളും അല്ലെങ്കിൽ മതകർമ്മങ്ങളും ദൈവം എങ്ങനെ പ്രസാദിക്കും? അതുകൊണ്ടാണ് 11-ാം വാക്യത്തിൽ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ എന്നതല്ല, പ്രവാസം മാറ്റുമ്പോൾ എന്നാണ് കൂടുതൽ ശരി. അല്ലേ? അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ സ്വഭാവങ്ങൾ, പാപത്തിന്റെ പ്രവൃത്തികളെ വിട്ട് നാം ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നാം അനുതാപത്തോടും പശ്ചാത്താപത്തോടും കൂടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് കടന്നു വരുന്ന മാനസാന്തരത്തിലൂടെ ദൈവത്തെ അനുഗമിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ പ്രവാസം മാറ്റുന്നത്, സ്ഥിതി മാറ്റുന്നത്. യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയ പോലെ നമ്മുടെ സ്ഥിതിക്കും ദൈവം ഭേദം വരുത്തും. മനുഷ്യൻ പലപ്പോഴും ദൈവത്തിനകന്ന് ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ കുടുങ്ങി പാപജലത്തിലും പാപസ്വഭാവത്തിലും ജീവിക്കുകയാണ്. പാപം നിറഞ്ഞ ലോകത്തിൽ നമ്മുടെ ജഡത്തെ എപ്പോഴും പാപം വശീകരിച്ചുകൊണ്ടിരിക്കും. ജഡത്തിൽ മോഹങ്ങൾ ഉണ്ടാകും. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജഡത്തിലുണ്ടാകുന്ന മോഹങ്ങൾ അത് നമ്മളിൽ വർദ്ധിച്ച് അല്ലെങ്കിൽ അത് വലിയ അധാർമ്മിലേക്ക് നമ്മെ നയിക്കും. അല്ലേരിയ. അതുകൊണ്ട് ഞാനും നിങ്ങളൊക്കെ ഈ ഭൂമി ജീവിക്കും ജഡത്തിലെ ആത്മാവിലെ സകല കൺഫ്യൂഷൻ നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ച് കർത്താവിന് വേണ്ടി നിൽക്കണം. യോബ് നിൽക്കാനൊക്കെ എന്നത്. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് അങ്ങനെ, ജഡത്തിലെ ആത്മാവിലെ സകല കൺഫ്യൂഷൻ നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണമെന്ന് 2 കൊരിന്ത്യർ വായിക്കുന്നത്. യോബിനെ സംബന്ധിച്ച് തന്റെ ജീവിതത്തിന് പാപം പറ്റാതെ, പാപം പ്രവേശിക്കാതെ, ആമിന്റെ സ്നേഹിതന്മാരുടെ വാക്കുകൾക്ക് മുമ്പിൽ അടിപതറിപ്പോകാതെ, ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചുകളെ തള്ളിക്കളയാതെ, ദൈവത്തോട് ഹൃദയം കൊണ്ട് പാപം ചെയ്യാതെ, തന്റെ ജീവിതത്തിൽ വന്ന കഷ്ടങ്ങളുടെ നിലവില് ദൈവത്തിന് നന്ദി പറയുക. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കുന്നുള്ള യോബിന്റെ വാക്കുകൾ, സംബോധനകൾ, പ്രബോധനങ്ങളും ഒക്കെ നമ്മെ വളരെ ശക്തിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ, വെല്ലുവിളികളൊക്കെ ഉണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ തരണം ചെയ്യേണ്ടി വരും. അതിന്റെ നിലയിൽ നിങ്ങളെ ചതിക്കുന്ന, നിങ്ങളെ വഞ്ചിക്കുന്ന അനവധി ആളുകൾ സുഹൃത്തുക്കളായി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാം, ബന്ധുക്കളായിട്ട് കടന്നു വരാം, ശുശ്രൂഷകന്മാരെ കടന്നു വരാം. അങ്ങനെ നിങ്ങളെ പലവിധമായ പ്രബോധനത്തിലൂടെ നിങ്ങളെ ചതിവിൽ അകപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, അല്ലേലൂയ, നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കും. നിങ്ങൾ അതിനകത്ത് അടിപതറി പോകരുതെന്ന് ഇവിടെ ദൈവത്തിനെ വായിക്കുമ്പോൾ യോബിന്റെ ജീവിതം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രക്തം ചെയ്യും, നമ്മൾ വിശ്വാസത്തിൽ ഉറയ്ക്കണം, രക്തം ചെയ്യും. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പല സന്ദർഭങ്ങളിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ലേലൂയ. എന്നാൽ സാത്താൻ അനുഭവം തന്നെ പല പ്രശ്നങ്ങളും പോരാട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അല്ലേലൂയ. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു. നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങളെ അനുഗ്രഹിപ്പാൻ വേണ്ടി ദൈവ സ്വർഗത്തിന്റെ കവാടം തുറക്കുവാൻ, ആകാശത്തിന്റെ കവാടം തുറക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കുവാൻ ആഗ്രഹിക്കും. എന്ത് ചെയ്യും? നിങ്ങളുടെ ജീവിതത്തിൽ അവിശ്വാസങ്ങൾ കടന്നു വരും, പ്രശ്നങ്ങൾ കടന്നു വരും, പോരാട്ടങ്ങൾ, വെല്ലുവിളികൾ കടന്നു വന്ന് അവിടെ മത്സരം കൊണ്ട് കൊടുങ്കാറ്റ് വീശി അടിക്കും പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കോളിളക്കം ഉണ്ടാകും. കൊടുങ്കാറ്റ് വീശിയടിക്കുന്ന പോലെ വലിയ കോളിളക്കം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ആകാശത്തിന്റെ കിളിവാതിൽ ദൈവം പലപ്പോഴും നിങ്ങളുടെ മുമ്പിൽ അടച്ചിട്ടുണ്ട്. പ്രൈസറോ. ദൈവം സമൃദ്ധിയായിട്ട് തരാൻ യഹോവയായി ഞാൻ മാറാത്തവനെന്നാണ് നമ്മൾ മാനവീയുടെ പുസ്തകം 3:6 വായിക്കുന്നത്. അപ്പം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം, വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്നവൻ, വിളിച്ച വിശ്വസ്തൻ അല്ലെങ്കിൽ ദൈവം മാത്രമേ ഉള്ളൂ. നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും ദൈവം വിശ്വസ്തനായി പാർക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ അനുഗ്രഹിപ്പാൻ ദൈവം പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്.
അവിടെയെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ പാപം മുഖാന്തരം, നമ്മുടെ ചോദ്യങ്ങൾ, ചോദ്യചിഹ്നങ്ങൾ മുഖാന്തരം, നമ്മുടെ എതിർപ്പുകൾ, നമ്മുടെ ജീവിതത്തിൽ പോരാട്ടങ്ങൾ, കൊടുങ്കാറ്റ് വീശടിക്കുമ്പോൾ ജീവിതത്തിൽ കൂടിളക്കം ഉണ്ടാക്കിക്കൊണ്ട് നിന്റെ നന്മയെ നീ തന്നെ തടസ്സപ്പെടുത്തും. രക്തം ചെയ്യും. ഉപദേശങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് നിന്നെ വലിയ കൂടിളക്കത്തിലേക്ക് കൊണ്ടുപോയേക്കും. ഹല്ലേലൂയ. അപ്പൊ എന്നാൽ കർത്താവ് സകലവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഏത് പാതയിലൂടെ പോകണമെന്ന്, ഹല്ലേലൂയ, ദൈവം വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ കാറ്റും കോളും ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഏത് പാതയിലൂടെയാണ് പോകേണ്ടതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യോബിന്റെ ജീവിതത്തിന്റെ ആടുമാട്, കന്നുകാലികൾ, ഒട്ടകം എല്ലാം അവരെല്ലാം നശിച്ചു പോയപ്പോൾ, തന്റെ 7 പുത്രിമാരും നശിച്ച ഭാര്യ വരെ തന്നെ തള്ളിപ്പറയുമ്പോൾ, തന്റെ ആശ്വാസത്തിനെ ആശ്വസിക്കുന്ന സുഹൃത്തുക്കളെല്ലാം തന്റെ മേൽ കുറ്റം ആരോപിക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ വലിയ കൊടുങ്കാറ്റ് പോലെ, സ്തോത്രം, വലിയ കൊടുങ്കാറ്റ് പോലെ യോബിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വീശിയടിച്ച് തന്റെ ജീവിതത്തിനകത്ത് വലിയ കോളിളക്കം ഉണ്ടാക്കുവാൻ, ദൈവത്തെ ത്യജിച്ചു പറയത്തക്ക നിലയിൽ പല സാഹചര്യങ്ങൾ വന്നപ്പോഴും യോബ് അതിനകത്ത് അടിപറിപ്പോയില്ല. യോബ് വിശ്വസിച്ച് നിൽക്കുക. അപ്പം യോബിനെ ദൈവം നോക്കും, ഇവൻ ഏത് പാതയിലൂടെ നടക്കും, ഏത് പാതയിലൂടെ സഞ്ചരിക്കും, ഇവൻ ഏത് വഴിയെ പോകുമെന്ന് യോബിനെ വളരെ ശ്രദ്ധിച്ചിരുന്നു ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോടും പറയട്ടെ, കൊടുങ്കാറ്റ് വീശിയടിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ കോളിളക്കം ഉണ്ടാകും, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകും, കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകും, ഭാര്യ ഭർത്താക്കൾ തമ്മിൽ കലഹിക്കുമ്പോൾ, മക്കളും അപ്പനും അമ്മയും എല്ലാം കൂടെ തമ്മിൽ പ്രശ്നം, അയൽവാസികളുടെ സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ, നിന്റെ ജോലിക്കകത്ത്, ജോലി മേഖലയിൽ, നിന്റെ സമ്പത്തിനകത്ത്, കൃഷിക്കകത്ത്, നിന്റെ ബിസിനസ്സിനകത്ത്, നീ ആയിരിക്കുന്ന ദേശത്തിന്റെ കുടുംബത്തിനകത്തൊക്കെ പല പ്രശ്നങ്ങൾ കൊടുങ്കാറ്റ് പോലെ വീശിയടിച്ച് കോളിളക്കം നിന്റെ കുടുംബത്തിലുണ്ടാക്കി നിന്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നീ ഏത് പാതയിലൂടെ യാത്ര ചെയ്യും, നീ ഏത് മാർഗം തിരഞ്ഞെടുക്കും, നീ ഏത് വഴിയുടെ പോകും, ദൈവ വഴി വിട്ടു പോകുന്നുണ്ടോ എന്ന് യോബിനെ സസ്പൂർണ്ണം ശ്രദ്ധിച്ച് ദൈവം നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ നീ യോബിനെ പോലെ വിശ്വസത്തോടുകൂടി നിന്നാൽ വഴി മാറിപ്പോകാതെ, പാത മാറിപ്പോകാതെ ചൊവ്വയുള്ള വഴിയിലാണ് നീ നടക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നിന്റെ ജീവിതത്തിനകത്ത് പ്രകാശങ്ങളെ കൊണ്ടുവരും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. സ്വതം എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നതിന് നിങ്ങൾ അത്ഭുതങ്ങളെ കാണുവാനുള്ള കണ്ണ് നിങ്ങൾക്ക് വേണം. അത്ഭുതങ്ങളെ കാണുവാനുള്ള കണ്ണ് നിനക്കുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് അത്ഭുതങ്ങളെ കാണുവാൻ കഴിയുള്ളൂ. യോബിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ കാണാനുള്ളൊരു കണ്ണ് യോബിനുണ്ടായിരുന്നു. അത്ഭുതങ്ങളെ കാണാൻ വേണ്ടി തന്റെ ഹൃദയത്തിനകത്തൊരു വാഞ്ചയുണ്ടായിരുന്നു. 119 സങ്കീർത്തനം 18 വാക്യം പറയുന്നത് പോലെ, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണാൻ എന്റെ കണ്ണുകളെ തുറക്കണമെന്ന് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് പോലെ, യോബിനെ സംബന്ധിച്ച് അവന്റെ കർത്താവ് സംബന്ധിച്ചും ദൈവത്തിന്റെ അത്ഭുതം കാണേണ്ടതിന് വേണ്ടി യോബിന്റെ കണ്ണ് തുറക്കുവാൻ യോബും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നത്തെ ഹല്ലേലൂയ, തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി യോബ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ വേണ്ടി യോബിന്റെ കണ്ണിനെ ദൈവം തുറന്നു. ഹല്ലേലൂയ. യോബിന്റെ കണ്ണുകൾ തുറന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവൻ മുമ്പുണ്ടായിരുന്നതെല്ലാം, നശിച്ചു പോയതെല്ലാം, അതെല്ലാം ഇരട്ടിയായി കൊടുത്ത ഒരു ദൈവത്തെ കാണുവാൻ കഴിയും. അത് ദൈവം നിന്നെ മാനിക്കാൻ ആഗ്രഹിക്കുക കേട്ടോ. ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. നിന്റെ സകല ജീവിത സാഹചര്യങ്ങളെ മാറ്റി എഴുതുവാൻ ദൈവം ആഗ്രഹിക്കുക. എന്റെ കഷ്ടതകൾക്ക് നടുവിൽ ദൈവം പുതുവഴി തുറക്കാൻ പോകുക. എന്റെ കുടുംബത്തിന്റെ ശൂന്യതയെ ദൈവം മാറ്റാൻ പോകുക. എന്റെ ജീവിതത്തിന്റെ ശൂന്യത മാറ്റാൻ പോകുക. എന്റെ തലമുറയുടെ ശൂന്യത മാറ്റാൻ പോകുക. എന്റെ ജോലിയുടെ ശൂന്യത മാറ്റാൻ പോകുക. നിന്റെ സാലറികളെ ദൈവം വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്നു. വിദേശത്ത് കഷ്ടം സഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നടുവിൽ ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിന്റെ കൃഷിക്കകത്ത്, നിന്റെ ക്ഷീരമേഖലയിൽ, നിന്റെ ബിസിനസ്സിനകത്ത് ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. അതെ, അവന്റെ ന്യായപ്രമാണത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവന്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണുവാൻ യോബിനെ പോലെ നീ ദൈവത്തോട് ചേർന്ന് പറ്റിയിരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, യോബ് കണ്ട അത്ഭുതങ്ങളെ നിനക്കും കാണാൻ കഴിയും. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവം അങ്ങനെയൊക്കെയാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവ, കരുണയുള്ളവനാ, മനസ്സിലുള്ളവനാ. നമ്മെ ഇത്രത്തോളം സ്നേഹിക്കുവാൻ ഈ ലോകത്തിൽ വേറെ ആർക്കും കഴിയത്തില്ല. നിന്റെ കഷ്ടതയില്, നിന്റെ സങ്കടത്തിൽ, നിന്റെ വേദനയില്, നിന്റെ കണ്ണുനീരില് നീ ഒറ്റപ്പെട്ടു പോയ സമയത്ത്, നീ നിരാശപ്പെടുമ്പോൾ, വിജനമായ ജീവിത സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ, ഏകാന്തത അനുഭവിക്കുമ്പോൾ, ഒടുവിലെല്ലാം നിന്നെ തള്ളിപ്പറയുമ്പോൾ, പരിഹാസം നിനക്കെതിരെ കടന്നു വരുമ്പോൾ, വെല്ലുവിളി കടന്നു വരുമ്പോൾ, സമൂഹത്തിനെ ഒറ്റപ്പെടുത്തുമ്പോൾ, സഭയിൽ ഒറ്റപ്പെടുത്തുമ്പോൾ, എല്ലാവരും നിനക്കെതിരെ പിറുകൊടുക്കുമ്പോൾ, എല്ലാവരും നിന്റെ നേരെ മുഖം കറപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരും നിന്നെ ഒഴിവാക്കി നിന്നെ മാറ്റി നിർത്തുമ്പോൾ, നിന്നെ മാറ്റി നിർത്താതെ മാറോട് ചേർത്ത് പിടിക്കുന്നവൻ യേശു മാത്രമാണ്.
നിന്നെ മാറോട് ചേർത്ത് പിടിച്ച് സങ്കടങ്ങൾ കേൾക്കുന്നവൻ യേശു മാത്രമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാ സഹോദരി, ഇത്രമാത്രം നിന്നെ സ്നേഹിപ്പാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ഇത്രമാത്രം സ്നേഹം, എത്ര ദൈവസ്നേഹമാണ് നീ നിലനിൽക്കുന്നത്. അത് എൻ്റെ ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ്. ദൈവത്തിന്റെ സ്നേഹത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ദൈവസ്നേഹമാണ് എന്നെ നിലനിർത്തുന്നത്. ദൈവം എന്നെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഭൂമുഖത്ത് പോലും ഞാൻ കാണുകയില്ലായിരുന്നു. എന്നെ തേടിയെത്തൊരു ദൈവസ്നേഹമുണ്ട്. എൻ്റെ പരിശോധനകളുടെ നടുവില്, എൻ്റെ പരീക്ഷകളുടെ നടുവില്, എൻ്റെ സങ്കടങ്ങളുടെ നടുവില്, എൻ്റെ കണ്ണുനീരിന്റെ നടുവില് ഞാൻ ഭാരപ്പെട്ട, ഞാൻ വേവലാതിപ്പെട്ട സമയങ്ങളിൽ തളർന്നു പോകാതെ എന്നെ മാറോട് ചേർത്ത് പിടുത്ത നല്ലൊരു നാഥനുണ്ട്. അവന്റെ പേര് യേശു എന്ന. ഹല്ലേലൂയ. അവൻ രക്ഷകനാണ്, വീണ്ടെടുപ്പുകാരനാണ്. യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തതുപോലെ നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ, പ്രവാസത്തിലായിരിക്കും സാജനത്തിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ വലിയൊരു കൊയ്ത്ത് വെച്ചിരിക്കുന്ന ആ ദൈവത്തെ നീ കാണുവാൻ കഴിയണം. ഹല്ലേലൂയ. അത് നിനക്കൊരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയുന്നത്, ബിസിനസ്സിനകത്ത് വലിയൊരു കൊയ്ത്ത്, നിന്റെ ജോലിക്കകത്ത് വലിയൊരു കൊയ്ത്ത്, നിന്റെ ക്ഷീരമേഖലയിൽ വലിയൊരു കൊയ്ത്ത്, നിന്റെ കൃഷി മേഖലയിൽ വലിയൊരു കൊയ്ത്ത്, നിന്റെ ആത്മജീവിതത്തിൽ വലിയൊരു കൊയ്ത്ത്, എല്ലാം ഒരു വലിയ അനുഭവത്തെ ദൈവം തരാൻ പോകുകയാണ്. രക്തം ചെയ്യും വിശ്വസിക്കും, കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. സങ്കടങ്ങൾ ഏറെയുണ്ടല്ലോ സഹോദരി, നിനക്ക് കണ്ണുനീരേറെയുണ്ടല്ലോ. അല്ലെങ്കിൽ ആരും നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ വന്നിട്ടില്ല. ആശ്വാസത്തിന്റെ വാക്കുകളുമായി ചിലരൊക്കെ നിന്റെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ നിന്നെ ആശ്വസിപ്പിച്ചിട്ട് നിന്റെ അരികിൽ നിന്ന് പോകുമ്പോൾ തന്നെ അവർ പലരോടത് പറയും. ഹല്ലേലൂയ. എന്നാൽ നിന്റെ സങ്കടങ്ങൾ കേട്ടിട്ട് ആരോടും പറയാതെ ആ വിഷയത്തിന് മറുപടി നൽകുന്നവൻ യേശു മാത്രമാണ്. യോബിന്റെ കണ്ണുനീര് തുടച്ചത് യേശുവാ കേട്ടോ. യോബിന്റെ കണ്ണുനീർ തുടച്ചത് യേശുവാ. യോബിന്റെ ഭാര്യയ്ക്ക് പോലും അവന്റെ കണ്ണുനീര് തുടയ്ക്കാൻ കഴിഞ്ഞില്ല. അവന്റെ സങ്കടങ്ങളെ മാറ്റുവാൻ കഴിഞ്ഞില്ല. അവരുടെ ഹൃദയത്തിന്റെ വേദന മാറ്റുവാൻ യോബിന്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞില്ല. യോബ് കടന്നു പോകുന്ന പ്രതിസന്ധികൾക്ക് നടുവിൽ ആശ്വാസത്തിന്റെ വാക്ക് പറയാൻ പോലും യോബിന്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞില്ല. എന്നാൽ യോബ് അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലും ആശ്വാസനായകനായിരിക്കുന്ന യേശു തന്നോടൊപ്പം ചേർന്നിരുന്നത് കൊണ്ട് യോബ് സന്തുഷ്ടനായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. രക്തം ചെയ്യും. അത് നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാം. അതുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക. വേദപുസ്തകം നാം വായിക്കാൻ കാണുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 43 അധ്യായം 13 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ദൈവം തന്നെ, ഇന്നും ഞാൻ അനന്യൻ തന്നെ, എന്റെ കയ്യിൽ നിന്ന് വിടിവിക്കുന്നവൻ ആരുമില്ല, ഞാൻ പ്രവർത്തിക്കും. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, ഞാൻ ദൈവം തന്നെ, ഇന്നും ഞാൻ അനന്യൻ തന്നെ, എന്റെ കയ്യിൽ നിന്ന് വിടിവിക്കുന്നവൻ ആരുമില്ലാതെ. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വിടിവിച്ചു കൊണ്ടുപോകാൻ ആർക്കും കഴിയില്ല നമ്മളെ. അല്ലെങ്കിൽ ശത്രു പല തന്ത്രങ്ങളിലൂടെ കടന്നു വരും. ശത്രു പലവിധമായ വേഷങ്ങൾ കെട്ടും. പലവിധമായ സാഹചര്യങ്ങൾ ഒരുക്കും. പക്ഷേ ദൈവത്തിന്റെ കരങ്ങളിലാണോ നിന്നെ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഹല്ലേലൂയ, ഞാൻ ദൈവം തന്നെ, ഇന്ന് ഞാൻ അനന്യൻ തന്നെ, എന്റെ കയ്യിൽ നിന്ന് വിടിവിക്കുന്നവനാരുമില്ല, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? ചോദിക്കണം, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോഴും കാണാൻ കഴിയുന്നത്, കർത്താവിന്റെ കൈ തടുപ്പാനോ നീ എന്തു ചെയ്യുന്നു എന്ന് അവരോട് ചോദിപ്പാനും ആർക്ക് കഴിയില്ലെന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 35-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് ആ വാക്ക് അവിടെ കിടക്കാൻ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ സർവഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു, സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവന്റെ കൈ തടയാനോ നീ എന്തു ചെയ്യുന്നു എന്ന് അവരോട് ചോദിപ്പാനോ ആർക്കും കഴിയില്ല. അപ്പം ദൈവത്തിന്റെ കൈ തടയുവാൻ, നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാൻ ആർക്കും കഴിയത്തില്ല. അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാ. അല്ലേരി എന്നെ കേൾക്കാൻ പ്രിയരെ, തക്ക സമയത്ത് ദൈവം യോബിനെ അനുഗ്രഹിച്ചു. തക്ക സമയത്ത് യോബിനെ ദൈവം അനുഗ്രഹിച്ചു. അപ്പൊ തക്ക സമയം വന്നപ്പോൾ കർത്താവ് തീഷ്ണതയോടെ നിന്ന് യോബിന് ഇരട്ടിയായി അനുഗ്രഹിച്ചതുപോലെ നിങ്ങളെയും അനുഗ്രഹിക്കുന്നു. നമുക്കെല്ലാം ഒരു തക്ക സമയമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഈ സദൃശവാക്യം 25-ന്റെ ഭാഗം വായിക്കാൻ, തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ എന്ന പോലെ. അത് നീ പ്രാർത്ഥിച്ച വിഷയങ്ങളുണ്ടല്ലോ, നീ ദൈവസ്നേഹം ഉപയോഗിച്ച വിഷയം, നീ കണ്ണുനീരോടെ നിറകണ്ണുകളോടെ ദൈവത്തോട് പറഞ്ഞ വിഷയമില്ലേ,
ആ വിഷയത്തിന് തക്ക സമയത്ത് പറഞ്ഞ ആ വാക്ക് വെള്ളിത്താരത്തിൽ പൊന്നാരങ്ങ എന്ന് പറഞ്ഞ പോലെ ദൈവം നിനക്ക് വെളിപ്പെടുത്തും. അതുകൊണ്ട് തക്ക സമയത്ത് ഉയർത്തുവാൻ കഴിയുന്ന ദൈവത്തോട് ചേർന്ന് ഇയ്യോബിരുന്നു. പിന്നത്തെ പത്രോസ് രേഖപ്പെടുത്തി വെച്ചു, 1 പത്രോസിന്റെ 5-6 വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ചു, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. യോബിന്റെ കാലഘട്ടത്തിൽ പത്രോസ് ലേഖനം എഴുതിയിട്ടില്ല, പത്രോസ് ഈ വചനം പറഞ്ഞിട്ടില്ല. എന്നാൽ പത്രോസ് പറഞ്ഞ വചനം യോബിന്റെ ജീവിതത്തോട് ചേർത്ത് പഠിക്കുമ്പോൾ ഹല്ലേലൂയ, യോബിന്റെ കഷ്ടകാലം 6 മാസം ഉള്ളെന്ന് വേദപഠിതാക്കൾ പറയുന്നെങ്കിലും ഈ 6 മാസം യോബ് എന്ത് ചെയ്തു? തക്ക സമയത്ത് തന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, തന്റെ സ്ഥിതിക്ക് മാറ്റം വരുന്ന ദൈവമുണ്ട്, തന്റെ പ്രവാസത്തെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്, തന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്, അവന്റെ ആകുലകളെ മാറ്റുന്ന ദൈവമുണ്ട്. താൻ അനുഭവിച്ച വേദനകൾ, പങ്കുപാടുകൾ അതെല്ലാം മാറ്റി എന്നെ ജയോത്സവമായി നടത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് തക്ക സമയത്ത് ഉയർത്തുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കരത്തിന് കീഴിൽ യോബ് താണിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിന് താണിരിക്കുക എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാകട്ടോ. ഹല്ലേലൂയ. നമ്മൾക്ക് നിഗളിച്ചു പോകും. നമുക്ക് അല്പം കിട്ടിയാൽ നമ്മൾ നിഗളിച്ചു പോകും. അല്പ ശുശ്രൂഷ കിട്ടിയാൽ, അല്പം ദർശനം കിട്ടിയാൽ, അല്പം വെളിപ്പാട് കിട്ടിയാൽ, അല്പം നന്മ കിട്ടി, സമ്പത്ത് കണ്ടു കഴിഞ്ഞാൽ ഹല്ലേലൂയ, നമ്മളങ്ങ് വല്ലാതെ നിഗളിച്ചു പോകുന്നേ. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് എൻ്റെ കൂടെ വേല ചെയ്തൊരു ദൈവദാസൻ ഹല്ലേലൂയ, ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്തും വലിയ സഹോദരൻ ഉണ്ടായിരുന്നു. പിന്നെ വേലയിൽ വന്നപ്പോൾ സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരൻ ഹല്ലേലൂയ ഗൾഫിനൊന്ന് പോയി. അല്ലെങ്കിൽ അദ്ദേഹം സഭയിലെ വിശ്വാസി അദ്ദേഹത്തെ ഗൾഫിനൊന്ന് കൊണ്ടുപോയി. ഗൾഫിൽ പോയി വന്ന് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് വീണ്ടും ഒരു മീറ്റിംഗ് കൂടിയപ്പോൾ അദ്ദേഹം വന്നൊരു കൈ കൂടി തരത്തില്ല. അദ്ദേഹം കണ്ടിട്ട് മൗനമായി ഇതൊക്കെ മാറി പോവുകയാണ്. കാരണം അദ്ദേഹം ഗൾഫ് പാസ്റ്ററാണ്, അല്ലെങ്കിൽ ഗൾഫ് പാസ്റ്ററാണ്. അദ്ദേഹം അല്ലെങ്കിൽ ഒരു മഴക്കാലമാണ്, എന്തെങ്കിലും മഴക്കൂട്ടൊക്കെ ഇട്ട് സഭയ്ക്കകത്ത് കയറി വന്ന് ആ കൂട്ടുപോലെ ഊരാതെ അല്ലെങ്കിൽ നനഞ്ഞിട്ടില്ല, മഴക്കൊക്കെ ധരിച്ച് ഇട്ടുകൊണ്ട് പോകും, കൂട്ടുപോലെ ഊട്ടാതെ അദ്ദേഹം വന്ന് ആ ഗൾഫിൽ നിന്ന് വന്നതിൻ്റെ ആ ഒരു അഹങ്കാരം, നിഗളം ഞാൻ ഓർത്ത് കർത്താവ്, എൻ്റെ കർത്താവ്, ഈ ദൈവദാസൻ എന്ത് നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കും, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്ന യാക്കോബിലെ പിന്നത്തേത് ആ സഹോദരന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി. ഇതിനെ കേൾക്കുന്നത് നമുക്ക് അല്പസ്വല്പങ്ങൾ നമ്മൾ നിഗളിച്ചു പോകരുത്. നമുക്ക് ഈ അല്പസ്വല്പം നന്മകൾക്ക് നമ്മൾ നിഗളിച്ചു പോയാൽ നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുമെന്നാണ്. ഹല്ലേലൂയ. യോബിന്റെ ജീവിതത്തിനകത്ത് തനിക്ക് നന്മകൾ ഉണ്ടായിരുന്നപ്പോഴും അനുഗ്രഹം ഉണ്ടായിരുന്ന താൻ സുഖസന്തോഷത്തോട് ജീവിച്ചപ്പോൾ യോബ് ഒരിക്കലും നിഗളിച്ചു പോയില്ല. നിഗളിക്കാതെ നിന്നിട്ട് പോലും സാത്താൻ യോബിന്റെ ജീവിതത്തിനെ പോരാടി. അതുകൊണ്ട് നമ്മൾ നിഗളിക്കുമ്പോൾ സാത്താൻ നമ്മൾ മുതലെടുക്കും. ഹല്ലേലൂയ. നാം താഴ്മയോടുകൂടി നിന്നാൽ ദൈവം നമുക്ക് കൃപ നൽകും. യോബ് ദൈവത്തിന് താഴ്മയോടുകൂടി നിന്നുകൊണ്ട് ദൈവം അവന് കൃപ നൽകി. ആ കൃപയാണ് അവന്റെ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇരട്ടിയായിട്ട് കൊടുത്തത്. അവിടെ നിങ്ങൾക്ക് നമ്മുടെ സ്നേഹിത, നിങ്ങൾ ശത്രുക്കൾക്ക് മുമ്പാകെ മേശയൊരുക്കുന്ന ദൈവത്തിന്റെ ആ ഹിതം നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് നിങ്ങൾക്ക് അനേക ശത്രുക്കൾ ഉണ്ടാകാം, അനേക ശത്രുക്കൾ നിങ്ങൾക്ക് എഴുന്നേക്കാം. ശത്രുക്കൾ നിങ്ങളുടെ അനുഗ്രഹങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നാനാ ഭാഗത്തു നിങ്ങൾ തടസ്സങ്ങൾ കടന്നു വരും. ഹല്ലേലൂയ. ശത്രുവിന്റെ തടസ്സങ്ങളെ അനുഗ്രഹങ്ങൾ മുഴുവൻ തടസ്സപ്പെടുത്തും. 4 ഭാഗത്തും നിനക്ക് പ്രശ്നങ്ങൾ കടന്നു വരും. മുമ്പ് നിന്നെ കണ്ടവർ സ്നേഹിച്ചിരുന്നു, മുമ്പ് നിന്റെ തോളെ കൈയിട്ട് നിന്നോട് ഒന്നിച്ച് കുടിച്ച് ഭക്ഷിച്ച് ഒരു മേശയിൽ നടന്നവരൊക്കെ, ഹല്ലേലൂയ, ഒരു മേശയിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചവരൊക്കെ, ഹല്ലേലൂയ, ഒന്നിച്ച് കൂട്ടായ്മ കൂടി ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയവരെല്ലാം നിന്നെ വിട്ട് മാറുന്ന സമയമുണ്ട്. നിന്റെ ഭാര്യ പോലും നിന്നെ തള്ളിപ്പറയും, നിന്റെ മക്കൾ നിന്നെ തള്ളിപ്പറയും, നിന്റെ ഭർത്താവ് നിന്നെ തള്ളിപ്പറയും, നിന്റെ സഹോദരന്മാർ, നിന്റെ സുഹൃത്തുക്കളെല്ലാം നിന്നെ തള്ളിപ്പറയും. അങ്ങനെ എല്ലാ ഭാഗത്തും നിനക്ക് തടസ്സങ്ങൾ നേരിടുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, നീ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിൽക്കണം. എരിഹോ മതിലുകൾ തകർത്ത അവൻ ഇരുമ്പോടാമ്പലുകളെ മുറിച്ച താമ്രവാതിലുകൾ തകർത്ത് മഹനീയ വാതിൽ നിനക്ക് തുറന്നു തരുമെന്ന് നീ വിശ്വസിക്കണം. ഹല്ലേലൂയ. അപ്പൊ എരിഹോമിന്റെ മതിലുകളെ തറത്തി ഹല്ലേലൂയ, ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച താമ്ര കഥകളെ മാറ്റി മഹനീയമായ വാതിൽ സാഹചര്യത്തിന് ദൈവം തുറന്നു കൊടുത്തെങ്കിൽ അത് നിനക്ക് മുമ്പിൽ നിൽക്കുന്ന സകല എരിഹോ മതിലുകളെയും താമ്ര വാതിൽ ഇരുമ്പോടാമ്പലുകളെ ദൈവം തകർത്തിട്ട് മഹനീയമായ വഴി നിനക്ക് യോബിന് തുറന്നതുപോലെ നിനക്ക് ദൈവം തുറക്കാൻ പോവുകയാണ്. വിശുദ്ധ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. അതുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന സ്നേഹിത, മീകാ പ്രവാചകന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട് ഹല്ലേലൂയ,
ആമീൻ. മീഖാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ സ്തോത്രം 13-ാമത്തെ വാക്യത്തിലേക്ക് ഒരു കാണൽ തകർക്കുന്നവൻ അവർക്ക് മുമ്പായി പുറപ്പെടുന്നു. അവൻ തകർത്ത് ഗോപുരത്തിൽ കടക്കുകയും പുറപ്പെടുകയും ചെയ്യും. അവരുടെ രാജാവ് അവർക്ക് മുമ്പായി യഹോവ അവരുടെ തലയ്ക്കിലും നടക്കും. ഈ സാജനത്തിന്റെ യാത്രയിൽ യെരിഹോ മതിൽ വലിയ ഉയർന്ന തലമുഖി നിൽക്കുക. പക്ഷേ ദൈവം തകർക്കുന്ന രാജരാജൻ, സൈന്യങ്ങളുടെ മുമ്പിൽ എന്ന് പറഞ്ഞ പോലെ പാട്ടുകാരൻ പാടിയുടെ തകർക്കുന്ന രാജരാജനായിരിക്കുന്ന കർത്താവ് സാജനത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് എന്ത് ചെയ്തു? യെരിഹോ മതിൽ തകർക്കത്തക്ക നില യോശുവയ്ക്ക് ആലോചന കൂടെ തലരിയ യോശുവും കൂട്ടരും ആർപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? യെരിഹോ മതിൽ തകരുവാൻ കാരണമായി യെരിഹോ അവനെ അടച്ചുപൂട്ടിയ താമ്രവാതിൽ ഇരുമ്പോടാമ്പിലെ കണ്ടിച്ച് മഹനീയമായ വാതിൽ യെരിഹോമിലേക്ക് തുറന്നു കൊടുത്തൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവെ, തകർക്കുന്നവൻ നിനക്ക് മുമ്പിൽ പുറപ്പെടുന്നു കൊണ്ട് നിന്നെ ഉടയ്ക്കുവാൻ നശിപ്പിക്കുവാൻ ആർക്കും കഴിയില്ല. രക്തം ചെയ്യും. അതെ, നിന്റെ മുമ്പിൽ ചില വാതിൽ തുറക്കാൻ പോവുക. യെരിഹോ മതിൽ പോലെ ഉയർന്നു നിൽക്കുന്ന മതിൽക്കെട്ടുകളെ ദൈവം നീക്കാൻ പോവുക. അവിശ്വാസി കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് നാളുകളായിട്ട് വേദനിക്കുന്ന ശ്രോതാവേ, സങ്കടപ്പെടുന്ന ശ്രോതാവേ, കണ്ണുനീരിനെ തുടയ്ക്കുവാൻ യേശു നിന്റെ അരികിലേക്ക് വരും. നിന്റെ കുടുംബത്തെ ഒന്ന് പണിതെടുപ്പാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തിന്റെ ശൂന്യതയെ മാറ്റുവാൻ, ശൂന്യ അനുഭവത്തെ മാറ്റി ഉയരങ്ങളിലേക്ക് നിന്നെ നയിക്കുവാൻ, ഉയരങ്ങളിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതേ, ആകാശത്തിന് കിളിവാതിൽ ഞാൻ മുമ്പ് നിനക്ക് വേണ്ടി തുറക്കാൻ ദൈവം ആഗ്രഹിക്കുക. പ്രൈസ് ലോർഡ്. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, ആകാശത്തിലെ കിളിവാതിലുകള് യോബിന് വേണ്ടി ദൈവം തുറന്നില്ലേ? തുറന്നു. സ്വർഗത്തിലെ സകല ആത്മീയരെങ്കിലും കൊണ്ട് നിറച്ചില്ലേ? നിറച്ചു. ഹല്ലേലൂയ. ഇതൊക്കെ യോബിന് ശേഷമുള്ള വചനങ്ങളാണെങ്കിലും യോബിനുള്ള ബന്ധത്തിൽ അതൊക്കെ യാഥാർത്ഥ്യമാണ്. ആ വചനമൊക്കെ നമ്മളുടെ ബന്ധത്തിൽ യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രശ്നങ്ങളെ അതിജീവിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നത്, യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ ആ പ്രാർത്ഥന കേട്ടു. യോബിന്റെ പ്രവാസത്തെ ദൈവം നീക്കിക്കളഞ്ഞു. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. യോബിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി യോബിന്റെ പ്രവാസത്തെ ദൈവം മാറ്റി. ഹല്ലേലൂയ. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഭാരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം അനുഗ്രഹം നിങ്ങൾക്ക് തന്നെയാ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനെയാ. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ പ്രവാസം ദൈവം നീക്കും. ഹല്ലേലൂയ. അതാ യഹൂദയെ, ഞാൻ എന്റെ ജനത്തിന്റെ പ്രവാസം മാറ്റുമ്പോൾ നിനക്കൊരു കൊയ്ത്ത് വെച്ചെന്ന് യോബേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി യോബിന്റെ പ്രവാസത്തെ മാറ്റി വലിയൊരു കൊയ്ത്ത് യോബിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി ദൈവമുണ്ട്. ഇന്ന് മകൾ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ആ കൊയ്ത്ത് ദൈവം നിനക്ക് നൽകുവാൻ ആഗ്രഹിക്കും. യോബിനെ അനുഗ്രഹിച്ച ദൈവം, ഇരട്ടിയായി അനുഗ്രഹിച്ച ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രവാസത്തെ മാറ്റാൻ ആഗ്രഹിക്കുക. ഇരട്ടി അനുഗ്രഹങ്ങൾ തരുവാൻ ദൈവം ആഗ്രഹിക്കുക. അവിടെ യെശയ്യാ പ്രവാചക ദിവസം 43-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ 43:18-19 ചേർത്ത് വായിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പാപം ക്ഷമിക്കപ്പെടുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ട് പറയുക, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ തന്നെ ഉത്ഭവിക്കും. ഹല്ലേലൂയ. നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ അല്ലെങ്കിൽ ഒരു വഴി നിർജ്ജന പ്രദേശം നദികളും ഉണ്ടാകും. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശം നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും. ഹല്ലേലൂയ എന്ന് പറയാം. അതെ, മുമ്പുള്ളവയെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതേ. ഹല്ലേലൂയ. മുമ്പുള്ളവയെ കുറിച്ച് നിങ്ങൾ ഓർക്കണം, പണ്ടുള്ളവയെ കുറിച്ച് നിരൂപിക്കണം. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. യോബേ, നീ മുമ്പുള്ളവയെ കുറിച്ച് ഓർക്കണ്ട, പണ്ടുള്ളവയെ കുറിച്ച് നിരൂപിക്കണ്ട. അന്നത്തെക്കാൾ ഇരട്ടിയായി നിനക്ക് ഞാൻ തരാൻ പോവുക. പുതിയതൊന്ന് ഞാൻ നിനക്ക് ചെയ്യാൻ പോവുക. അതേ സഹോദര സഹോദരി, പുതിയതൊന്ന് ദൈവം നിനക്കാക്കാൻ പോയ. കണ്ണുകളുടെ ചാട്ട് സങ്കടത്തിന്റെ നടുവിൽ കണ്ണുനീർ കടന്നു പോകുന്ന ശ്രോതാവേ, ദൈവം എന്ന് പറഞ്ഞ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ വേദനകൾ, യോബിന്റെ വേദനകൾ നീക്കി അവനെ അനുഗ്രഹിച്ച ദൈവം നിന്നെ, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. ആരെങ്കിലും വേദനയുടെ സങ്കടത്തിനായിരിക്കുന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. അതാവ് യോബിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുപോലെ പുതിയതൊന്ന് ചെയ്ത് എന്റെ ജീവിതത്തിൽ എന്റെ കഷ്ടതയെ മാറ്റുവാനെന്ന് വിശ്വസ്തനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം അത്ഭുതം ചെയ്യും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം യേശുവിന്റെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ട് സകല ജനത്തിന് ദൈവങ്ങളിൽ കേരളത്തിൽ ഭാരത രാജ്യങ്ങളിൽ ആയിരിക്കുന്നവരോട് കൂടി ജന കഷ്ടതയുടെ, പ്രതിസന്ധികളുടെ, പ്രതികൂലങ്ങളുടെ, കടക്കണിയുടെ, ഞെരുക്കത്തിന്റെ, കുടുംബ തകർച്ചയുടെ, മദ്യത്തിന്റെ, മയക്കുമരുന്ന് ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം സമാധാന മരണവാതിൽ എടുത്തിരിക്കുന്ന, കൂരിന്റെ അനുമതി കടന്നു പോകുന്ന വിവിധ മാരകമായ രോഗങ്ങൾ, വ്യാധികളാൽ ഭാരപ്പെട്ട ഹല്ലേലൂയ കണ്ണുനീരിന്റെ നടുവിൽ കൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾക്ക് കർത്താവേ ആശ്വാസം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ. കുടുംബങ്ങൾ അനുഗ്രഹിക്കട്ടെ, വ്യക്തികൾ അനുഗ്രഹിക്കട്ടെ. കർത്താവേ
സാമ്പത്തികം അനുഭവിക്കും അമ്മ കുടുംബങ്ങൾ കഷ്ടം സഹിക്കുന്നവർ, അവർക്കെല്ലാം ആശ്വാസം കിടക്കുന്ന ഭവനമില്ലാത്തവർ, ഒരുത്തുണ്ട് ഭൂമിയില്ലാത്തവർ, കർത്താവിശ്വാസം കൃഷിയില്, ജോലിയില്, ബിസിനസ്സില്, ക്ഷീരമേഖലയില്, കാർഷികമെല്ലാം തകർന്നവർ, ഹല്ലേലൂയ. വിദേശത്ത് കടന്നുപോയിട്ടും വേണ്ടത് ഉയർച്ച മാറ്റാൻ കഴിയാതെ കണ്ണുനീരിന്റെ നടുവിൽ കടന്നു പോകുന്നവർ, മക്കളെ പഠിപ്പിക്കാൻ മാർഗമില്ലാതെ, സാമ്പത്തികമില്ലാതെ, വിസർജ്ജ പൈസയില്ലാതെ, ഹല്ലേലൂയ, ഉപജീവനത്തിൽ പോലും മാർഗമില്ലാതെ, തലചായിപ്പാൻ ഒരു ഇടമില്ലാതെ വളരെ കഷ്ടപ്പെട്ട് കടന്നു പോകുന്ന ജനത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, കേരളത്തിൽ കഴിഞ്ഞ സമാധാനം തീവ്രവാദം, ഭീകരവും വർഗീയവാദികളും അഴിമതിക്കാർ, കരിച്ചന്തക്കാർ, പൂഴ്ത്തിവെപ്പുകാരും, അക്രമികളും, കർത്താവ് കുലപാതകന്മാരും, ചെരികന്മാർ, കാനറികൾ കേരളത്തെ, ഭാരതത്തെ ലോകരാൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിലവില് ഒരു ശേഷിപ്പെട്ട കർത്താവ് കഷ്ടത്തിൽ കടന്നുപോയി ദൈവം ആശ്വസിപ്പിക്കണമേ. ശൈശവത്തിൽ മാന്യതും കൗമാരി യുവനത്തിൽ വാർത്തയിൽ ആരംഭത്തിൽ അച്ഛനയാചകർ ഓർഫന്റെ ചോട്ട തടവറയിലായിരിക്കും ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ ആശ്വാസത്തിന്റെ വാതിൽ തുറന്ന് അനുഗ്രഹിക്കണമേ. ഭാവി സമശിഷ്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ബന്ധുമിത്രാദികൾക്ക് പ്രാർത്ഥിക്കുവാൻ ജനത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവദാസന്മാരുടെ കുടുംബങ്ങൾ, തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കഷ്ടം സഹിക്കുന്നു, പലപ്പോഴും ജയിലിൽ കിടക്കുന്നവരുണ്ട്, അവർക്കൊക്കെ വിടുതൽ മോചനം കൊടുക്കണമേ. മാറാ രോഗികളായിരിക്കുന്നവർക്ക് വിടുതൽ സൗഖ്യം കൊടുക്കുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്ന ജോലിയില്ലാതെ ഭാരപ്പെടുന്നു, വിദേശത്ത് മണ്ഡലത്തിൽ കഷ്ടത്തിൽ നൊമ്പരപ്പെടുന്നവർ, നാട്ടിൽ കിടന്നവർക്ക് ഭാരപ്പെടുന്നു, സാഹചര്യം കിട്ടാതെ ഭാരപ്പെടുന്നു, നല്ല ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കും, വിസയ്ക്ക് വേണ്ടി കർത്താവ് സഭയ്ക്ക് കിട്ടുവാൻ പാസ്പോർട്ട് ഉപയോഗിക്കണം പ്രാർത്ഥിക്കുന്നവർ, വിവിധ കേസിൽ അകപ്പെട്ട് കിടക്കുന്നവർ, അവർക്കെല്ലാം വിടുതലോട് കണ്ണായി ഞങ്ങൾ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു, ലോക സമാധാനം പ്രാർത്ഥിക്കുന്നു, ഇസ്രായേലിന്റെ സമാധാനം പ്രാർത്ഥിക്കുന്നു, ഇറാന്റെ സമാധാനം പ്രാർത്ഥിക്കുന്നു. രാജ്യങ്ങൾ കലഹിക്കാതെ സമാധാനപരമായി സന്തോഷമായി തീരുവാൻ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും സകല മുഖത്ത് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.